ഹായ്, മാളവികയാണേ. ഇത് ഞങ്ങൾ ഊട്ടിയിൽ പോകാൻ നേരെ എടുത്ത വ്ളോഗാണേ. ആ യാത്ര പോയിട്ട് വന്നിട്ട് ഒരുപാട് ദിവസം എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണേ. പിന്നെ അങ്ങ് മറന്നുപോയി. അങ്ങനെ ഇന്ന് ഗാലറി ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഈ വീഡിയോസ് അതിനകത്ത് കിടക്കുന്നുണ്ടത്. ആദ്യമൊക്കെ എഡിറ്റ് ചെയ്യണോ വേണ്ടേ എന്നൊക്കെ ചിന്തിച്ചിരുന്നു. കുറച്ച് മെനക്കെടണ്ടേ. പിന്നെ വിചാരിച്ചു ഇതൊക്കെ ഒരു മെമ്മറി അല്ലേ, ഇതൊക്കെ വ്ളോഗായിട്ട് എടുത്തിട്ടിരുന്നാൽ പിന്നെയും നമുക്ക് കണ്ട് സന്തോഷിക്കാം. നമ്മൾ ബൈക്കിലാണ് കേട്ടോ ഊട്ടിക്ക് പോയത്. കാറിൽ പോകാനാണ് വീട്ടുകാർ പറഞ്ഞത്. പക്ഷേ ബൈക്കിൽ പോകുമ്പോഴുള്ള സുഖം അത് വേറെ അല്ലേടാ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ദേ ഇങ്ങനെ ഇറങ്ങി നിന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നേ. കാരണം ബാക്ക് പെയിനൊക്കെ വരുമെന്ന് വിചാരിച്ചു ദേ ഇങ്ങനത്തെ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോകാൻ നേരം. ഈ ട്രിപ്പ് ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണേ. അതായത് പോകുന്നതിൻ്റെ തലേ ദിവസം. ഈ വീഡിയോയിൽ കാണുന്ന വേലയുള്ളേ, അല്ലാത്ത ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ ഈ ട്രിപ്പ് പോയത് ഡിസംബറിലായിരുന്നു. യാത്രക്കിടയിൽ ദേ ഇതുപോലുള്ള കടകളിൽ ഞങ്ങൾ വെള്ളം കുടിക്കാനും നിർത്തിയിട്ടുണ്ടായിരുന്നേ. ഇവിടെയൊക്കെ ആകുമ്പോൾ നല്ല ഫ്രഷ് സാധനം കിട്ടും. സച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കരിമ്പിൻ്റെ ജ്യൂസ്. എനിക്കാണെങ്കിൽ ഇളനീരും. അങ്ങനെ ഞാൻ ഇളനീരും സച്ചു കരിമ്പിൻ്റെ ജ്യൂസുമാണ് കുടിച്ചത്. ഞങ്ങൾക്കിങ്ങനെ കുഞ്ഞു കടകളിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണേ. ഇപ്പോഴൊന്നും പറ്റൂലല്ലോടാ, വർക്കൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ കിട്ടുന്ന സമയത്ത് ഞങ്ങൾക്കിങ്ങനെ ട്രിപ്പൊക്കെ പോകാൻ പറ്റൂ. വർക്കൊക്കെ ഒന്ന് ഒതുങ്ങി നിന്ന സമയത്താണ് ഞങ്ങൾ ഈ ട്രിപ്പ് പോയത്. പെട്ടെന്നുള്ള പ്ലാനിങ് ആയതുകൊണ്ട് അവിടെ എത്ര ദിവസം നിൽക്കണമെന്ന് പോലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. യാത്രക്കിടയിൽ ഇതുപോലെ ചെറുതായിട്ട് വഴിയൊക്കെ തെറ്റിയിട്ടുണ്ടായിരുന്നേ. പക്ഷെ അവിടെയൊക്കെ ഗൂഗിൾ ചേച്ചി രക്ഷപ്പെടുത്തി. ഇത് കണ്ടോ, ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടതാണേ. ഇതൊരു വീടാണ് കേട്ടോ. വീടല്ല, വീടിൻ്റെ മുൻവശം. നല്ല ഭംഗിയില്ലേ. ഒരുപാട് വീടുകളുണ്ടായിരുന്നേ ആ സ്ഥലത്ത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ഒരു യാത്ര ആയതുകൊണ്ട് ഞങ്ങളുടെ ബുള്ളറ്റിൽ കാരിയർ ഉണ്ടോയെന്ന് പോലും ഞങ്ങൾ ചിന്തിച്ചില്ല ലഗേജ് വെക്കാൻ. അങ്ങനെ വരുന്ന വഴി മൊത്തം കാരിയർ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നേ. പെട്രോൾ ടാങ്കിൻ്റെ മുകളിലാണ് കേട്ടോ അത്രയും നേരം വരെ ബാഗ് വെച്ച് വണ്ടി ഓട്ടിച്ചത്. അങ്ങനെ കാരിയർ ഉണ്ടോയെന്ന് ഒരു ഷോപ്പിൽ ചോദിക്കാൻ നിർത്തിയപ്പോൾ ഞാൻ സൺസ്ക്രീം ഒന്നും കൂടെ എടുത്തിട്ട് ഞാൻ മാത്രമല്ല സച്ചുവിന് ഇട്ട് കൊടുത്തു. അത് പ്രധാനമാണല്ലോടാ. അങ്ങനെ കാരിയർ വാങ്ങാൻ ഞങ്ങൾക്ക് റോയൽ എൻഫീൽഡിൻ്റെ ഷോപ്പിൽ തന്നെ പോവേണ്ടി വന്നേ. അങ്ങനെ അവിടെ നിന്ന് സംഭവം കിട്ടി. ഇനി ഇത് ഫിറ്റ് ചെയ്യാൻ ഒരു കട കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു കടയിലെത്തി അവർ ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ലഗേജ് നന്നായിട്ട് ബാക്കിൽ കെട്ടിവെച്ചു. ആഹാ, കാണാൻ എന്ത് രസം. ഇപ്പോഴല്ലേ ട്രിപ്പ് മൂടായത്. ഷോപ്പൊക്കെ അന്വേഷിച്ച് തളർന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടുത്ത് തന്നെ കണ്ട ഒരു ഹോട്ടലിൽ കയറി. കുറച്ച് താമസിച്ചുകൊണ്ട് തന്നെ അവിടെ അധികം വിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ. ഊണും ബിരിയാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ആദ്യം തന്നെ കുറച്ച് വെള്ളം തന്നിട്ടുണ്ടായിരുന്നു കുടിക്കാൻ. അത് കുടിച്ചപ്പോൾ എൻ്റെ മോനെ ഭയങ്കര ആശ്വാസമായിരുന്നേ. അങ്ങനെ അതൊക്കെ കുടിച്ച് കൊച്ചു ഭർത്താവിനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ബിരിയാണി വന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിരിയാണിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ യാത്ര തുടങ്ങി. ഭയങ്കര പൊടിയായിരുന്നു കേട്ടോ. ട്രാഫിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടെങ്കിലും നിരന്തരമായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പാലക്കാട് എത്തിയപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം റോഡിൻ്റെ സൈഡിൽ ഇറങ്ങിയിരുന്നേ, ബാക്ക് പെയിനൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ വന്ന റോഡ് ഒരു രക്ഷയില്ല കേട്ടോ. അത്രയ്ക്ക് അടിപൊളി റോഡായിരുന്നു. പിന്നെ ബൈക്കിലല്ലേടാ, ഒത്തിരി നേരം ഇരിക്കുമ്പോൾ ബാക്ക് പെയിൻ ഉണ്ടാവും. അങ്ങനെ വൈകിട്ടായപ്പോൾ ഈ ഒരു ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നേ. പക്ഷെ നമ്മൾ യാത്ര ചെയ്യല്ലേടാ, പുറത്തൊന്ന് അധികം ഒന്നും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഓറഞ്ച് ജ്യൂസും ലൈമും ദേ ഇങ്ങനത്തെ ഒരു സാധനവും മാത്രമേ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളേ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ സ്ഥലം വിട്ടു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ടണലിൽ കയറിയേ. സ്ഥലം എവിടെയാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതൊന്ന് കമൻറ്റ് ചെയ്യണേ. അത്യാവശ്യം നല്ല ലെങ്തുള്ള ടണലായിരുന്നേ. ഞാൻ ട്രെയിനിലൊക്കെ പോയിട്ടുള്ളപ്പോഴാണ് കേട്ടോ ഇത്രയും വലിയ ടണലൊക്കെ കണ്ടിട്ടുള്ളത്. ഇത്രയും നാളും റോഡിലൂടെ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ ടണൽ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. ഇത് കണ്ടോ, ടണലിൻ്റെ അകത്ത് വേറൊരു ടണൽ. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ ടണലിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങി. അപ്പോഴും വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. പിന്നെ പൊക്കോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു സാധനം കണ്ടത്. അങ്ങനെ ഞങ്ങൾ വണ്ടി ഒന്ന് ചവിട്ടി. ഈ ഒരു സാധനം ഞങ്ങളുടെ അവിടെ ഒന്നും ഇല്ല കേട്ടോ. ശരിക്കും തൂവൽ പോലെ ഉണ്ടായിരുന്നടാ. ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും കൂടെ ഒന്നിട്ട് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ ഇത് എന്താണെന്ന് നോക്കാൻ ഒരെണ്ണം ഞാനങ്ങ് പറിച്ചെടുത്തേ. നല്ല ഭംഗിയുണ്ട്, ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു ഈ സംഭവം. ഈ റോഡിൻ്റെ രണ്ട് വശത്ത് മുഴുവനും ആ ചെടിയായിരുന്നേ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാത്രി ആയപ്പോഴത്തേക്കും കോയമ്പത്തൂർ എത്തിയിട്ടുണ്ടായിരുന്നേ. ഇനി അങ്ങോട്ട് ട്രാവൽ ചെയ്യുന്ന അത്ര സേഫ് അല്ലടാ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന്. ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ. അവസാനം തുഴഞ്ഞാണ് ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലെത്തിയത്. ഈ ഒരു കോലത്തിലാണ് ഞങ്ങൾ ഹോട്ടലിലെത്തിയത്. ടയേർഡായി പണ്ടാരടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ലടാ, പൊടി അഴുക്കൊക്കെ കൊണ്ട് ഒന്ന് കുളിച്ചാൽ മതി എന്നുള്ള രീതിക്കാണ് ഞങ്ങൾ ഹോട്ടലിലെത്തിയത്. ഹോട്ടലൊക്കെ നല്ല സ്പേഷ്യസ് ആയിരുന്നേ. അത് മാത്രമല്ല നല്ല റേറ്റും ഉണ്ടായിരുന്നു. കാരണം അന്നൊക്കെ സീസൺ ആയിരുന്നല്ലോ, നല്ല തണുപ്പ് കാലം. ഞങ്ങളങ്ങനെ റൂമിൽ ലഗേജൊക്കെ വെച്ചിട്ട് രാത്രി കഴിക്കാൻ പോയേ. ഞാനൊരു ബിരിയാണി ലവറാണ് കേട്ടോ. അതുകൊണ്ട് ഏത് നാട്ടിൽ പോയാലും എനിക്ക് അവിടുത്തെ ബിരിയാണി കഴിക്കണം. അതുകൊണ്ട് രാത്രിയാണെന്നൊന്നും നോക്കില്ല, ഞാനൊരു ബിരിയാണി അങ്ങ് പറഞ്ഞടാ.
അങ്ങനെ ഞാനും സച്ചും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി ഇങ്ങ് വന്നടാ. എനിക്ക് കണ്ടപ്പോഴേ അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കളർഫുള്ളായിരുന്നു. പിന്നെ അത് എങ്ങനെയെങ്കിലും ഒന്ന് അകത്താക്കണമെന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളേ. കഴിച്ചപ്പോൾ എനിക്കെന്തോ പോലെ തോന്നി. എന്നാലും ബിരിയാണിയാണല്ലോ, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ബൈറ്റിൽ അത്ര പോരെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് ടേസ്റ്റായേ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പോയി കിടന്നുറങ്ങി. ഇന്നത്തെ ദിവസം അത്രയേ ഉള്ളേ.